Hey friends, happy Janmashtami. Welcome to Cooks App. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അമ്പലപ്പുഴ പാൽപ്പായസമാണ്. പ്രഷർ കുക്കറിൽ ഏകദേശം എല്ലാവർക്കും അറിയണ ഒരു റെസിപ്പി ആയിരിക്കും. എന്നാലും എനിക്ക് തോന്നി ഒന്ന് ഷെയർ ചെയ്യാം. അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇന്ന് ജന്മാഷ്ടമിയാണല്ലോ. അപ്പോൾ ആദ്യം ഞാൻ പ്രഷർ കുക്കറിൽ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട് കേട്ടോ. കാച്ചാത്ത പാലാണ്. മിൽമയുടെ പാലാപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും പാലാവാം. പക്ഷേ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ പ്രഷർ കുക്കർ നന്നായി കഴുകിയിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്തത് ഞാൻ ഒരു 2 കൈപ്പിടി അളവിൽ നമ്മുടെ കുത്തരിയിൽ അല്ലെങ്കിൽ പായസം നുറുക്ക് എന്നൊക്കെ പറയും, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിന് 1 കൈപ്പിടി കണക്കാണ്. അപ്പോൾ 1 ലിറ്റർ പാലിന് 2 കൈപ്പിടി. വേണമെങ്കിൽ പച്ചരി ഉപയോഗിക്കാം, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കുത്തരി ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ പായസം അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നല്ലോണം കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ് വേറൊരു പാത്രത്തിലേക്ക്. ഇനി നമ്മളെന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഗ്യാസ് ഓൺ ചെയ്യാണ്ട് തന്നെ നമ്മൾ ആദ്യം നമ്മുടെ പ്രഷർ കുക്കറിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു മിനിറ്റ്, എനിക്ക് ക്യാമറ പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അരി ചേർത്ത് കൊടുക്കുകയാണ്. അരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്കുള്ള പഞ്ചസാരയുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ അരിയുടെ ഡബിളാണ്. ഇപ്പോൾ 2 കൈപ്പിടി അരി എടുത്തിട്ടുണ്ടെങ്കിൽ 4 കൈപ്പിടി പഞ്ചസാര എടുക്കണം. വേണമെങ്കിൽ കുറച്ച് കൂടുതലെടുക്കാം. ഇവിടുത്തെ അളവ് വെച്ചിട്ട് ഞാനിപ്പോൾ 4 കൈപ്പിടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 to 6 കൈപ്പിടി വരെ ഇടാം, നല്ലോണം മധുരം വേണം എന്നുള്ള ആൾക്കാർക്ക്. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡൊന്നും ആഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്യാണ്ട് തന്നെ ഞാനൊന്ന് നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ പോവാണ്. എന്തിനാ ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ അടി പിടിക്കാതിരിക്കാൻ. കാരണം പഞ്ചസാര ഇങ്ങനെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ കരിയാനുള്ള ചാൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പ്രഷർ കുക്കർ അടച്ചിട്ട് നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യം അടച്ച് വെക്കുക, എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക, എന്നിട്ട് പ്രഷർ കുക്കറിൻ്റെ വിസിലിടുക. അപ്പോൾ ഭയങ്കര ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ അടുപ്പിലത്തെ ചെറിയ ഇതൊന്നുമല്ല ഇടുന്നത്, ഏറ്റവും വലിയ അടുപ്പിലത്തെ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലാണ് ഇടുന്നത്. അപ്പോൾ ലോ ഫ്ലെയിം, എൻ്റെ ഇവിടുത്തെ ലോ ഫ്ലെയിം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു വിസിലും പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ ഒരു വിസിലും അടുത്ത വിസിൽ വരാറുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. ഞാൻ എന്നിട്ട് കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഏകദേശം എത്ര വരണം ഫ്ലെയിം എന്ന്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ വെക്കണ ഫ്ലെയിം കേട്ടോ. കുറച്ചൊന്ന് കൂട്ടാം. ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്ലെയിമിൽ നമ്മൾ ഒരു അരമണിക്കൂർ നമ്മൾ കുക്കറിൽ വിസിലിട്ടിട്ട് വെക്കാൻ പോവാണ്. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 1 വിസിൽ 2 വിസിലൊന്നും വന്നാൽ പ്രശ്നമില്ല, പാല് പുറത്തേക്കൊന്നും പോവില്ല, കാരണം ലോ ഫ്ലെയിമിലാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ അരമണിക്കൂർ വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അതേപോലെ തന്നെ ഏകദേശം ഒരു 2 വിസിലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇപ്രാവശ്യവും 2 വിസിലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. പ്രഷർ ഇപ്പം ഇറങ്ങിയിട്ടില്ല, പ്രഷർ ഇപ്പം ഒന്നും ഇറങ്ങിയില്ല. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് പിങ്കിഷ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷെ നല്ല ചൂടുണ്ട്. അപ്പോൾ പാല് ഒന്നും കൂടെ കുറുകി വരും കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ആറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്നൊരു കട്ടിയായിട്ട് വരികയും. അപ്പം നമ്മൾ ഇതിലേക്ക് ശരിക്കും അമ്പലപ്പുഴ പാൽപ്പായസത്തിലേക്ക് ശരിക്കും ഇതിലേക്ക് വെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നെയ്യാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ വെണ്ണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഞാൻ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ നെയ്യ് കുറച്ചും കൂടെ ഒന്ന് ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തുളസിപ്പൂവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട്
ഭഗവാന് നിവേദിച്ചത് നമ്മുടെ പായസത്തിനോട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് ഇടുക കേട്ടോ. താങ്ക് യു.